മമ്മൂട്ടി നന്നായിട്ടുണ്ട്. ഒരു വെറൈറ്റി പുതിയൊരു രീതിയിലുള്ള സൈക്കോപാത്ത് മൂവിയാണ്. നന്നായിട്ടുണ്ട്. എങ്ങനെയാണ് ചേട്ടാ പടത്തിന്റെ പടം? വെറൈറ്റി ഇതുപോലത്തെ റോളൊന്നും ആൾ ചെയ്തിട്ടില്ല. സൂപ്പറായിട്ട് തകർത്തു. മമ്മൂട്ടി തകർത്തില്ല. വിനായകനൊക്കെ അടിപൊളിയായിട്ട് ഒപ്പത്തിനൊപ്പം സസ്പെൻസ്. നമ്മള് ഇന്റർവെല്ലിന് ശേഷം കഥ വേറെ ലെവലാക്കി പോവാണ്. അതല്ല, അതൊരു സസ്പെൻസ് ആണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു സസ്പെൻസ്. വെറൈറ്റി പടം പടം കണ്ടതാണോ? എങ്ങനെയുണ്ട് പടത്തിന്റെ? എന്താണ് അതിന്റെ ഒരു ആളുടെ നുവാൻസസും ആക്ഷനൊക്കെ നമുക്ക് നന്നായിട്ട് നല്ല രസമുണ്ടായിരുന്നു. സ്ക്രീൻ പ്ലേ എനിക്ക് നന്നായിരുന്നു. പക്ഷെ സ്റ്റോറി ലൈൻ കുറച്ച് എബവ് ആവറേജ് എന്ന് പറയാനുള്ളൂ. പക്ഷെ നന്നായിരുന്നു. വിനായകന് നന്നായിട്ടുണ്ട്. മമ്മൂട്ടിയുടെ നമ്മൾ ഇതുവരെ കാണാത്തൊരു കഥാപാത്രമാണ്. അങ്ങനെ എല്ലാവരും റെഡി ആവില്ല ഈ റോള് ചെയ്യാൻ വേണ്ടി. അതാള് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വിനായകനും ഒരുപോലെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് അടിപൊളി, ഇന്റർവെല് നല്ല, അതിനേക്കാൾ അടിപൊളി. നല്ല പടമായിരുന്നു. ലൈക്ക് എല്ലാരും നല്ല കൺവിൻസിംഗ് ആയിരുന്നു. മമ്മൂട്ടി ആയാലും വിനായകനായാലും നല്ല കൺവിൻസിംഗ് ആയിരുന്നു. ചെറിയൊരു ട്രിമ്മായിരുന്നു, കുറച്ച് ലാഗ് ഉണ്ട്. ഭയങ്കര DOP എസ്പെഷ്യലി സിനിമാറ്റോഗ്രാഫി, ആർട്ട്. ഓക്കെ, താങ്ക് യു. ഒന്നും പറയാനില്ല. നമുക്ക് സിനിമ നിങ്ങൾ കാണ്. അതിമനോഹരമായൊരു സിനിമ. 431ാമത്തെ സിനിമയാണ് മമ്മൂക്കാടെ കളങ്കാവൽ. ഇതുവരെ കാണാത്തൊരു മമ്മൂക്ക നമ്മൾ കാണിച്ചിട്ടുണ്ട്. കയറുമ്പോൾ നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിനപ്പുറമാണ് സിനിമ. മികച്ച അഭിനയ, മികച്ച BGM, അവരുടെ സംവിധാനം, അതുപോലെ തന്നെ വിനായകന്റെ അഭിനയം, ടോട്ടൽ സിനിമ എല്ലാ ഘടകങ്ങളും അത്രയും നല്ലൊരു സിനിമ. തീർച്ചയായിട്ടും തിയേറ്ററിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ. അല്ലല്ലോ, നമ്മൾ വിധേയനിലുണ്ടല്ലോ നെഗറ്റീവ്. ഭാസ്കർ പട്ടേൽ അതാണല്ലോ. പിന്നെ പാലേരി മാണിക്യത്തിൽ മുഹമ്മദ് ഹാജി അതല്ലേ. അപ്പൊ ഇതൊക്കെ നെഗറ്റീവ് ചെയ്യണമെങ്കിൽ ആ നെഗറ്റീവ് ഒക്കെ വിട്ട് വ്യത്യസ്തമായ ഒരു മമ്മൂക്ക നമുക്ക് ഇതിൽ കാണാൻ കഴിയും. എന്താണ് ഇപ്പൊ ഇന്നത്തെ ഒരു മമ്മൂക്കയുടെ ഒരു പടത്തിന്റെ പടം കാണുമ്പോൾ വളരെ സൈലന്റ് ആയിട്ട് ക്ലൈമാക്സ് ഭയങ്കര രസമായിട്ടാണ് അവസാനിപ്പിക്കുന്നത്. മമ്മൂക്കയുടെ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിലിമാണിത്. ആൾക്കാരെ അംഗീകരിക്കുക എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും വിനായക സാറിന്റെ അദ്ദേഹത്തിനിപ്പോ ഓൾറെഡി വില്ലൻ സ്ഥാനത്ത് നമുക്ക് വരുന്നത് പറഞ്ഞിരുന്നല്ലോ. അതിനനുസരിച്ച് വിനായകൻ രണ്ടുപേരും ഈക്വൽ അല്ല, എന്നാലും അതിന് മേലെ എന്തായാലും ഈ പടം പ്രതീക്ഷിച്ചിട്ടും കൂടുതൽ നല്ലൊരു വിജയത്തിലേക്ക് എത്തിയിരുന്നില്ല.